ഈ ഒരു എക്സാം സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാപ്പിയാണോ എന്ന് ഉറപ്പ് വരുത്തുക. എക്സാമിൻ്റെ സ്ട്രെസ്സിൽ അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ചുള്ളൊരു ഭയത്തിലാണോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ആ എക്സാമിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മാതാപിതാക്കൾ കറക്റ്റായിട്ട് നോക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരുന്നത് ഏറ്റവും ആവശ്യമായിട്ടൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് അവരുടെ സ്ട്രെസ് ലെവൽ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും. അതായത് നമുക്ക് അതായത് ഒരു എക്സാം നല്ല രീതിയിൽ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം, യൂസ്ട്രെസ് വേണം. അതായത് പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ്സാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഡിസ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യാതെ ഒരു യൂസ്ട്രെസ് അവർക്ക് ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പേരൻസ് ഉറപ്പ് വരുത്തണം. മൂന്നാമതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഓക്കെ ആണോ എന്നും കൂടി നമ്മുടെ പേരൻസ് ഉറപ്പ് വരുത്തണം. കാരണം എക്സാം ടൈമാണ്, അവർ കുറച്ചധികം സമയം ഇരുന്ന് പഠിക്കുന്നവരാണ്. സോ അവർ ഫിസിക്കലി ഓക്കെ ആണോ, അത് മെൻ്റലി സ്ട്രെസ്ഡ് ആണോ എന്നും കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം. ആണ് എങ്കിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നമ്മുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് നമ്മൾ നൽകേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണ്, ഫുൾ A+ നേടുക എന്നതിനപ്പുറം ജീവിതത്തിൽ വിജയിക്കുക. ജീവിത വിജയമാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.